ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പേര് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കല്യാണത്തിരക്കിന്റെ ഇടയിൽ ചാലഞ്ചസ് മറന്നു പോവില്ലേ, ഞങ്ങൾക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ ചാലഞ്ചസ്? അതെ, ചാലഞ്ചസ് മിസ് ചെയ്യുന്നു നമുക്ക് ഒരുപാട് കമന്റ്സ് വന്നിരുന്നു. അതെ ഗൈസ്, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നല്ലൊരു അടിപൊളി ഫുഡ് ചാലഞ്ചിൽ തന്നെ നമുക്ക് കൂടി തുടങ്ങാം. അതെ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ചാലഞ്ച് ആണ്. നിങ്ങൾ ഇതിനു മുന്നേ ഇതുപോലത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടാവും, പറഞ്ഞു കൊടുക്കൂ. അതായത് ടച്ച്, സ്മെല്ല്, ടേസ്റ്റ്. ഇന്ന് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ഫുഡുകളും നമ്മൾ കാണൂല ഗൈസ്. അതായത് നമ്മൾ ഈ ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിട്ടായിരിക്കും ഇരിക്കുക. അതെ, അതിന് പകരം നമ്മൾ മുന്നിലുള്ള ഫുഡ് ഏതാന്ന് തിരിച്ചറിയുന്നത് ടച്ചിലൂടെയും സ്മെല്ല് ചെയ്തിട്ടും പിന്നെ ടേസ്റ്റ് ചെയ്തിട്ടും. അതെ, അപ്പൊ ഒരാൾക്ക് ടച്ച് ആയിരിക്കും കിട്ടുക, ഒരാൾക്ക് സ്മെല്ല് ചെയ്യാനായിരിക്കും കിട്ടുക, ഒരാൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിരിക്കും കിട്ടുക. മൂന്നുപേരും ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ടായിരിക്കും ഇരിക്കാൻ പോകുന്നത്. അതെ, അങ്ങനെ നമ്മൾ ഏതാണ് ഫുഡ് എന്നുള്ളത് നമ്മളെ മുന്നിലുള്ള ഈ ബുക്കിൽ എഴുതി വെക്കണം. അത് കഴിഞ്ഞ് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മള് ആ ഫുഡ് എന്താന്ന് കാണുള്ളൂ. അതെ, അപ്പൊ ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ട് ആൻസർ ആരാണോ ഈ ബുക്കിൽ എഴുതുന്നത് അവരായിരിക്കും ഈ ചാലഞ്ചിൽ വിന്നർ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങള് എന്താ പറയാ, ഷാമി കല്യാണ പെണ്ണിനെ ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ കളിക്കും മണക്കെന്തോ പോലെ തോന്നുന്നുണ്ടല്ലേ? ആ ചാലഞ്ചിൽ നിന്ന് മാറി വന്ന് കല്യാണത്തിന്റെ ഇടയിൽ കൂടെ വന്ന് ചാലഞ്ച് ചെയ്ത് പോകുമ്പോ എനിക്ക് നല്ല ഇഷ്ടം തോന്നുന്നു. അപ്പൊ ഗൈസ്, നമുക്ക് ആർക്കാണ് ഫസ്റ്റ് റൗണ്ടിൽ ടച്ച് കിട്ടുക, സ്മെല്ല് കിട്ടുക, ടേസ്റ്റ് കിട്ടുക നോക്കാം. ടച്ച് മതിയായിരുന്നു, ഫുഡ് പോലെ എന്തെങ്കിലും നല്ലത് ഭഗവാനെ. ഓക്കെ, ഒരു കാര്യം പറയാനുണ്ട്. കാക്ക സാധാരണ ഇങ്ങനെ ചാലഞ്ച് കൊണ്ടുവരുന്ന കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചിക്കൻ കിട്ടിയിരുന്നു, പച്ചമുട്ട കിട്ടിയിരുന്നു. എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ സാധാരണ കാക്ക ചാലഞ്ചിൽ വരുന്ന സമയത്ത് വെള്ളം കൊണ്ടുവരലില്ല. ഈ പ്രാവശ്യം ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് കൊണ്ടുവന്നിട്ട് അതെന്തിനാന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയാണല്ലോ, മനസ്സിലായോ? ആലോചിച്ചിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ? പച്ച ചിക്കൻ പോലെ പച്ചമീനോ പച്ചമുട്ട ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും ട്രൈ ചെയ്തൊക്കെ ഗൈസ്. ഞാൻ ലോട്ടിടാൻ പോണേ. വാരി എടുത്തേക്കണം. ഈ കണ്ണടച്ച് കഴിഞ്ഞാൽ എന്ത് തൊടുമ്പോഴും പേരും. ഓക്കെ, ഭാഗ്യ സ്മെല്ല്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തുടക്കം നല്ലൊരു തുടക്കമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതേപോലെ തന്നെ ഇത്തവണ നന്നായിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് സ്മെല്ലാണ്, നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ തിന്നാൻ കിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. പക്ഷേ ഈ ഫുഡുകൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. എപ്പോഴും എനിക്ക് ഇങ്ങനെ ടേസ്റ്റ് ആകിട്ടും. സല്ലൂന് എന്തോ ഒരു ആവേശം കൂടുതൽ. സല്ലൂന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടോ ഇങ്ങനത്തെ ചാലഞ്ച് ഒക്കെ ചെയ്യുമ്പോ? നല്ല കുരുട്ടു, കാരണം പണി കിട്ടും നമുക്കാണല്ലോ. എനിക്ക് മൂക്ക് വറക്കാവുന്നില്ല, മൂക്ക് വറക്കാവുന്നില്ല. അയ്യോ, എനിക്ക് എന്തായിരുന്നു ടച്ച് അല്ലേ? എനിക്ക് സ്മെല്ല് എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് മൂക്ക് ജലദോഷം വന്ന പോലെയുള്ളത്. Oh my god, what is this? തുടങ്ങട്ടെ. ഓക്കേ, എനിക്കറിയാം ഇവർക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റൂല. ഞാൻ ഒന്ന് നക്കി നോക്കുവാണെങ്കിൽ എനിക്ക് വായില് വെള്ളം വരുന്നു. തിന്നോ? എനിക്ക് സ്മെല്ലായിട്ട് ഞാനെങ്ങനെ തിന്ന? ശരിക്കിത് കുഴപ്പമില്ല. ടേസ്റ്റ് കിട്ടിയ ടേസ്റ്റ് തന്നെ ചെയ്യണം ഷാമിയ. ശ്രീ തൊട്ടോക്കി. അതെന്താ ഇത് മാത്രം? എനിക്ക് കിട്ടിയ സ്മെല്ല് കിട്ടിയ സാധനം അത്ര മോശമൊന്നല്ലല്ലോ. സാധനമാണോ? അല്ല, ഒന്നായിരിക്കൂല വെച്ചത്. മൂന്നാൾക്കും കൂടി ഒരേ സാധനം തന്നെയല്ലേ വെച്ചേ? അല്ലേ ചലോ, എഴുതട്ടെ. ഞാൻ എഴുതി. ഞാൻ എഴുതി, എനിക്ക് മനസ്സിലായി. എനിക്ക് ടച്ച് ചെയ്തിട്ട് മനസ്സിലായി. ഞാൻ എഴുതിയാ പോരെ? അതന്നെ. ടേസ്റ്റ് ചെയ്താ പോരെ? തിന്നേണ്ട ആവശ്യമില്ലല്ലോ, ടേസ്റ്റ് ആണല്ലോ. ടേസ്റ്റ് ചെയ്ത് എഴുതട്ടെ. നോക്കി എഴുതി. എഴുതി 5 വേറെന്തോ റംബൂട്ടാൻ എഴുതി വെച്ചത് എനിക്ക് തോന്നുന്നത്. എനിക്ക് ടച്ച് അല്ല, എനിക്ക് സ്മെല്ലാ. നല്ല സ്മെല്ല് മൂക്കടഞ്ഞിരിക്കുകയാണല്ലോ. രൂക്ഷഗന്ധായില്ലേ, ചെറിയ മണം അല്ല, നല്ല അടിപൊളി മണം ഉള്ളത്. സല്ലു, പച്ചയാണോ പഴുത്താണോ എന്ന് എഴുതൊന്നുമില്ലേ? ഞാന് ക്രാബ് എഴുതിയത്. ഞാൻ ചെമ്മീൻ എഴുതിയത്. എനിക്ക് ഇത് ശരിക്കും ക്രാബിന്റെ മണം പോലെ, സീ ഫുഡ് അല്ല, ഒക്കത്തിന് ഏകദേശം ഒരു പോലെ. എനിക്ക് മറ്റേ എന്താ പറയാ, ഇതിന്റെ മണം പോലെ തോന്നി, പിന്നെ മറ്റേ സ്ക്വിഡിന്റെ മണം പോലെ തോന്നി. അതിനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ.
മറ്റേത്. ആ അപ്പൊ നമുക്ക് ഓരോ പോയിന്റ്, എനിക്കൊരു പോയിന്റ്. അപ്പൊ guys, first round ഇരിക്കെ ശ്രീക്ക് ഒരു mark. സാരില്ല. ഈ കാര്യത്തിൽ എനിക്ക് സാധനം കിട്ടി ഈ വിചാരിക്കുന്ന ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ, ഞണ്ടാണ്. ആ ഞണ്ട് നല്ല മസാല ഇട്ടിട്ട് നല്ല റോസ്റ്റ് ചെയ്ത് ഞണ്ടിന്റെ ഒരു മണം പോലെ എനിക്ക് തോന്നിയത്. തൊട്ടിട്ടില്ല കുട്ടി, ഞാൻ മണത്തോക്കിയതല്ലേ. ശരിയാണല്ലോ, ഇത് നോക്കിയത് ഇങ്ങനെ വലുതാണ്. അതും കൂടി ആലോചിക്കണം ഗൈസ്. കാര്യം സീ ഫുഡിനൊക്കെ ഏകദേശം ഒരേ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ഇന്റത് കണ്ടോ, അത് എനിക്ക് തൊട്ട് നോക്കി കഴിഞ്ഞാൽ ചെമ്മീനാന്ന് മനസ്സിലാവും, പക്ഷെ വെറും സ്മെല്ല് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ നേരെ പോയി പിടിച്ചത് ഇതാ ഈ ഒരു സംഭവം അതിന്റെ കണ്ണിക്ക് എങ്ങനെ കണ്ടാലും മനസ്സിലാവും. അപ്പൊ എനിക്ക് മനസ്സിലായി തൊട്ടതാണ്. ഓ കണ്ടില്ല, ഒരു സാക്ഷിയാണ്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് തൊട്ടപ്പോ മനസ്സിലായി. എനിക്ക് പോയിന്റ് ഇല്ല. ഞാൻ വലിയ വെണ്ടക്ക 5-0. അടുത്ത റൗണ്ട് പോവാം. സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാം. സെക്കൻഡ് റൗണ്ട് നമ്മള് ലോട്ടുകളെല്ലാം ഇവിടെ റെഡി വെച്ചിട്ടുണ്ട്. നമുക്ക് ലോട്ടിടാം, അതല്ലേ പറയാവുന്നത്. വേഗം ഇടും ജയിക്കാനുള്ള ഒരു അവസ്ഥ. എനിക്കും ടേസ്റ്റ് വേണ്ട, അതൊരു അത്യാഗ്രഹമാണ്. എന്നാലും എന്തിനാ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ഇട്ടൂടായിരുന്നോ? അത് എനിക്ക് എത്തുന്നോടൊന്നും ഞാൻ അടിപൊളി ടേസ്റ്റ്. ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പറയാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, കണ്ണെട്ടെ. ആ കൊണ്ട് വെക്ക്. എന്താന്ന് വെച്ചാൽ ടച്ച് കുറച്ച് ബുദ്ധിമുട്ടാ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തോറ്റത്. നേരത്തെ ടച്ച് അല്ലേ, ലഞ്ച് സ്മെല്ലല്ലേ, സ്മെല്ലേനും അതും ടഫാണ്. ശരിയല്ലേ? ഞാൻ സ്മെല്ല് എന്താ ഇതിലെവിടെ സാധനം? ഇപ്രാവശ്യം ഉള്ളു വെറൈറ്റി സാധനമാണല്ലോ. ചല്ലു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യനോട്. സ്മെല്ല് കിട്ടിയാണ് ഇപ്പൊ തന്നെ ഇറങ്ങി ഓടിക്കോ. കാര്യം ഒന്നും കിട്ടാൻ പാടില്ല സ്മെല്ല് ചെയ്തിട്ട്. ടേസ്റ്റ് ചെയ്തിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കാനാ? ഒരു ടേസ്റ്റ് ഇല്ലാത്ത സാധനം, ഒരു വികാരം ഇല്ലെന്ന്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അല്ല വേണ്ട, അത് ശ്രീക്ക് മനസ്സിലാവും. ശ്രീ സ്മെല് ചെയ്തിട്ട് ഇനി പതവ കിട്ടിയില്ലെങ്കിലോ? എന്റെ ക്ലൂഡ് കൂടി ചിലപ്പോ ശ്രീക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. ഞാൻ ഉദ്ദേശിച്ച സാധനമാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വരുന്ന ഒരു സാധനമാണ്. ഞാൻ എഴുതാൻ പോവാ. എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഒന്നും കൂടെ പുറത്തേക്ക് വരുന്നില്ല. ഞാൻ എഴുതി. ഓക്കെ, അഞ്ച് തിന്നോണ്ടിക്ക. അപ്പൊ അഞ്ചിക്ക് ഇഷ്ടമുള്ള സാധനം. ഓക്കെ, ഞാൻ എഴുതി. ഞാനും എഴുതി. എനിക്ക് അതാണ് തോന്നുന്നത്. എനിക്കും അതന്നെയാണെന്നാ തോന്നുന്നത്. 3, 2, 1 go. കഴിച്ചു പകുതി തിന്നോക്കാൻ പറ്റൂലല്ലോ. നോക്കാൻ പറ്റുമോ? ഓക്കെ, കപ്പയാണ് മനസ്സിലാവുമ്പോ ശരിയാണല്ലോ. അല്ലെങ്കിൽ സമയത്ത് മനസ്സിലാവുന്ന തോന്നുന്നു. അങ്ങനെ അത് കപ്പക്കില്ല, ഒരു എന്തോ ഒരു ചൊയ പാല് വരും, പൊടി പോലെ. അല്ല, ഒരു പാല് പോലെ. ഇത് അതില്ല, വീടില്ല. എനിക്ക് കിട്ടില്ല. എന്നാ പീസിന്റെ സൈസിൽ അത് വ്യത്യാസം. എനിക്ക് നല്ല സെന്റർ പീസാ കഴിച്ചു. എല്ലാവർക്കും ഓരോ പോയിന്റ്. മര്യാദക്കില്ല. ഞാൻ പിന്നെ കണ്ണു തുറന്ന് എഴുതിയാലും കണ്ണ് കൂട്ടി എഴുതിയാലും ഒക്കെ കണക്കാണ്. ഇതൊക്കെ ഇത് കറക്റ്റ് ആയിട്ടേ. സംഭവം അറിയോ, എനിക്ക് എന്താണ് രാത്രിയാണ് ഇവര് എന്റെ വീട്ടില് കപ്പ നന്നാക്കുക രാത്രിയാ. അപ്പൊ ഞാന് എന്താണ് ഫുഡൊക്കെ കഴിച്ച് പാത്രം കഴുകിയൊക്കെ വേണ്ടി അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് ഒന്നുകിൽ മമ്മിയോ അല്ലെങ്കിൽ മാമനോ ഇങ്ങനെ കപ്പ ഇങ്ങനെ തോലൊടിക്കുണ്ടാവും. അപ്പൊ അല്ല, അതിന്റെ സ്മെല്ല് എനിക്ക് അപ്പൊ കൃത്യമായിട്ട് കിട്ടും. പിന്നെ ഒരു തവണ മാമ എടുത്ത് തിന്നുന്ന കണ്ടിട്ട് ഞാൻ എടുത്ത് കഷ്ണം തിന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏകദേശം സാധനം മനസ്സിലായി. ഇത് രണ്ടെണ്ണുള്ളൂ. മൂന്നാമത്തെ ശ്രീന്റെ അടുത്തുള്ള ലോട്ട എപ്പോഴും പോവാറ്. അതെന്റത്. ഇത് സ്വീറ്റ് ആണെന്നുണ്ടെങ്കിലേ ഒന്നും ചെയ്യൂല. സ്മെല്ല് അൻ്റെതാ. ഉള്ളതാ.
ഓക്കെ ലോട്ടറി ഇട്ടെ. ആ നല്ല ഷഫിൾ ചെയ്യും. ഇവിടെ ഇവിടെ ഇത് എങ്ങട്ടാണ്? ഓക്കെ സ്മെല്ല് സ്മെല്ല് അടിപൊളി. മെല്ലെ തുറന്നാ മതി. ടേസ്റ്റ് തന്നെയാ, ഒരു കുഴപ്പമില്ല. സ്മെല്ല് ടച്ച് ടേസ്റ്റ്. ഓക്കെ ആ എനിക്ക് പേടി അവിടെ ടേസ്റ്റ് ചെയ്യണ്ട. കൂന്തലിന് കൊണ്ടുവെക്ക്. ഓക്കെ തീരെ ഇഷ്ടമല്ല. മീന് ഇഷ്ടമല്ല, അതില് സീ ഫുഡ് തീരെ ഇഷ്ടമല്ല. ഓക്കെ ഗൈസ് ഞാൻ ടച്ച് ചെയ്യാൻ പോവാണ്. ഞാൻ സ്മെല്ല് ചെയ്യാൻ പോയി. ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല മണം. തിന്നാൻ വല്ല വഴിയുണ്ടോ? എനിക്ക് വിശക്കുന്നു. തിന്നാൻ പറ്റുന്ന എന്തോ ഒരു സാധനമാണ്. എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ തൊട്ടിട്ട്. ഞാനൊരു സാധനം എഴുതാൻ പോവാട്ടോ. എനിക്കറിയില്ല മാർക്ക് കിട്ടുമോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എഴുതാൻ പോവാം. എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. സ്മെല്ല് ചെയ്തിട്ട് എനിക്ക് ഇത് അതന്നെയാന്നാണ് ഗൈസ് തോന്നുന്നത്. എനിക്കില്ലേ, എനിക്ക് ചെമ്മീന്റെ നേരത്തെ മണം അങ്ങനെ കിട്ടുന്നുള്ളൂ. ശ്രീ നല്ല തീറ്റയാണോ? ശ്രീന്റെ ഒച്ചൊന്നും എന്താ കേക്കാത്തെ? ഓള് തിന്നാൻ തോന്നിട്ടോ, വെറുതെ അറിയല്ലേ ഈ. ഞാൻ തിന്നൊന്നുമില്ല. അപ്പൊ അനക്ക് ടേസ്റ്റ് അല്ലേ? തിന്നു. ഓള് നല്ല തിന്നാതാ തോന്നുന്ന ഗൈസ്. അല്ലെങ്കിൽ ഓള് മിണ്ടണ്ടാണല്ലോ. ഷാമി അനക്കൊന്നും പറയാല്ലേ? ഞാൻ എന്താന്ന് മനസ്സിലാവാതെ ഞാൻ ഇങ്ങനെ നിക്കാണ്. ഞാൻ പറഞ്ഞത് ശ്രീ ഇവിടെ കടിക്കുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ശ്രീക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു സാധനം തോന്നുന്നുണ്ട്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഞാൻ അപ്പൊ വല്ലതും പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവും. അതിനോട് ഞാനൊന്നും പറയുന്നില്ല. അതായത് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഗൈസ്. അതാണെന്നുണ്ടെങ്കിൽ ശ്രീ വെട്ടി വിഴുങ്ങാണ്. അഞ്ചിക്ക് എന്തേനു? എനിക്ക് ഉറപ്പാ. അഞ്ചിക്ക് എന്താ സ്മെല്ല്? ഞാൻ എഴുതിയ സാധനമാണെന്നുണ്ടെങ്കിൽ ശ്രീ ഇപ്പൊ നല്ല മടമട അടിക്കുന്നുണ്ടാവും. ഷാമിക്ക് അത് തിന്നാൻ പറ്റാത്ത സങ്കടം ഉണ്ടാവും. എനിക്ക് നല്ല ഉണ്ട്. എനിക്ക് വിഷമുണ്ട്, പക്ഷേ കണ്ണു തുറന്നിട്ട് മാർക്ക് കിട്ടിയാൽ മതി. ഓക്കെ ഞാൻ മണത്തിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്കൊന്നും അറിയില്ല. തൊട്ടിട്ട് കണ്ടുപിടിച്ചു. ഞാൻ അതിന്റെ ഒരു അനാട്ടമി നടത്തിയിട്ടുണ്ട് ഇവിടെ. എനിക്ക് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് മറന്നുപോയിട്ടുണ്ട്. അതെന്താ അങ്ങനെ? 3, 2, 1, go. എനിക്ക് ഞണ്ട് എഴുതിയാല് വേറെന്തോ എഴുതിയാ ഞണ്ട്. എനിക്ക് ആ തോട് കടിച്ചപ്പോ തന്നെ എനിക്ക് തോന്നി എല്ലാ സീ ഫുഡാ കഴിച്ച്. കല്ലുമ്മക്കായ, ക്രാബ്, ചെമ്മീന് അണക്ക് വേണമെന്ന് സാരല്ല. അണക്കെങ്ങനെ ഇതൊക്കെ തെറ്റിപ്പോവുന്നു. എടി എനിക്ക് ആകെ മണക്കാനേ പറ്റുന്നത്. മണക്കും എനിക്ക് ആ ഒരു ടേസ്റ്റ് മാത്രമേ തോന്നുന്നുള്ളൂ. ഞാൻ വെച്ച് ഞാനിതോ അതാന്ന് വിചാരിച്ചിട്ട് അത് ഓളെ കല്ലുമ്മക്ക ഇങ്ങനെ കല്ലുമക്കായ ഞാൻ മടമട അടിക്കും. അതെനിക്ക് വിഷയമല്ല. പക്ഷെ ഇതിന്റെ തോടിന്റെ വായ തട്ടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നാലും ടേസ്റ്റ് എനിക്ക് തൊട്ട് നോക്കാൻ കിട്ടൂല. തൊട്ടുണ്ടെങ്കിൽ ഒറ്റ സെക്കൻഡ് ഞാൻ എഴുതിയിട്ടുണ്ട്. അല്ല അപ്പൊ അനക്ക് മനസ്സിലായില്ലേ? ഞാൻ ക്രാബ് ആയിരുന്നില്ലേ? ക്രാബ് എന്ന് എഴുതിയപ്പോ ചെമ്മീൻ വന്നു. കല്ലുമ്മക്കായ എഴുതിയപ്പോ ക്രാബ് വന്നു. അപ്പൊ ശ്രീക്കൊരു മാറ്റി, എനിക്കൊരു മാറ്റി. 5ക്ക് 3 മാർക്ക് കിട്ടി. 3 റൗണ്ടിൽ 3 മാർക്ക് കിട്ടി. അതെ, വലിയ സെലിബ്രേഷൻ ഇല്ല ഗൈസ്. കൂടുതൽ ഒരാള് വിഷമിച്ചിരിക്കുമ്പോ നമ്മള് വലിയ സെലിബ്രേഷൻ ചെയ്യാൻ പാടില്ല. അതെ. അപ്പൊ നമ്മളിത് അടുത്ത റൗണ്ടിലേക്ക് കടക്കാണ്. ഇനി ഈ റൗണ്ടിൽ ആർക്കാ ടച്ച് കിട്ടുക, സ്മെല്ല് കിട്ടുക, ടേസ്റ്റ് കിട്ടാൻ നോക്കാം. എനിക്ക് എന്ത് കിട്ടിയാലും സ്കോർ ചെയ്യാൻ പറ്റാന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇതുവരെ ഞങ്ങൾ രണ്ടാമത് നന്നായി സ്കോർ അതെ, നല്ല ഒത്തൊരുമയോട് കൂടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ലോട്ടറാ ഇതിൽ ചിലപ്പോ 5ക്ക് ടേസ്റ്റ് കിട്ടി കഴിഞ്ഞാലും വർക്കൗട്ട്. എനിക്കൊരു ടച്ചും കിട്ടിയാൽ മതി. പക്ഷെ ഞങ്ങൾ വെട്ടിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നേരത്തെ ടേസ്റ്റ് കിട്ടിയപ്പോ എന്താ ഒരു ടേസ്റ്റും ഇല്ലാത്ത കപ്പായിരുന്നു. നോക്കാം ഇനി എന്താന്ന്. അത് വല്ലാത്തൊരു യോഗമാണ്. ഓക്കെ, ഇത് എനിക്കായിട്ട് എഴുതി വെച്ചതാന്ന് തോന്നുന്നു. ഇതൊരു സ്മെല്ല് കിട്ടില്ല. ടേസ്റ്റ് സ്മെല്ല് എനിക്ക് ടച്ച് ആണ് കിട്ടിയത്. എനിക്ക് ടച്ച് വേണ്ട, എനിക്ക് അടുത്ത് എനിക്ക് സ്മെല്ല് മതി. എനിക്ക് ടച്ച് വേണം. എനിക്ക് ടേസ്റ്റ് ഓക്കെ ഗൈസ്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞ പോലെ വന്നില്ല അല്ലേ? റെഡി, തൊടട്ടെ? അല്ല സല്ലു, ഇത് എഴുതാത്ത പേജാണോ? ഓക്കെ, അതാ ഞാൻ പേജ് മറിച്ചാട്ടെ. ഇതെന്താ എത്ര കാനോ? ഞാൻ എന്തായിരുന്നു? സ്മെല്ല് ടച്ച് ചെയ്യാൻ പാടില്ല.
ഞാനല്ലേ? ഞാൻ ടച്ചാണ്. ഞാൻ ടേസ്റ്റാ. ഞാനാ സ്മെല്ല്. എന്താ അയ്യോ ഇതെന്താ ഷാമി? അനക്ക് ഇത് ബുദ്ധിമുട്ടാവുമല്ലോ. അനക്കെന്താ ഒരു ബുദ്ധിമുട്ട്? അനക്ക് ടച്ച് അല്ലേ? അനക്ക് ടേസ്റ്റ് കിട്ടാത്തതിന് ബുദ്ധിമുട്ടാവുമല്ലോ. അത് കുറച്ച് അതെന്താ? അത് കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ. കളത്രം കാണിക്കണ്ടോ? എനിക്ക് മനസ്സിലായി ഗൈസ്. അതങ്ങനെ അത്ര ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവർക്കൊന്നും പറയണ്ട. ഓക്കെ, ശ്രീക്ക് മനസ്സിലാവും. ഒരു സാധനം മനസ്സിലാവില്ല, തൊട്ട് വെക്കാനും പറ്റില്ല. ഡിസ്ക്വാളിഫൈഡ് ആകും. ഇല്ലല്ലോ, തൊടൂല. 2 പേജ് എടുത്തിട്ട് വേണം അതിനെപ്പറ്റി എഴുതാൻ. അത്രയും വലിയ സാധനമാണ്. ഷാമിന്റെ മനസ്സിലുള്ളതാണെങ്കിലോ? അല്ല, ആ മനസ്സിലുള്ള സാധനമാണെങ്കിൽ 2 പേജും പോരാ, അത്രയ്ക്കുണ്ട് പറയാൻ. അതെ, ഒരുപാടുണ്ട്. കൂടുതലായിട്ട് പറയണ്ട കേട്ടോ. ഇല്ല, ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ എഴുതിയേ. ഞാൻ എഴുതാണ്. ശ്രീക്ക് മനസ്സിലായി? ഏകദേശം മണത്തിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു ജീനിയസ് ആന്ന് ഞാൻ പറയും. 3, 2, 1, go. വാഴക്കൂമ്പ്. അത് ശരിയാണല്ലോ. ഇവളെന്താ വാഴക്കൂമ്പ്? ഇവളെന്താ അണ്ണാനോ? വാഴക്കൂമ്പ്. ഒരു മിനിറ്റ്. മനുഷ്യന്മാര് കഴിക്കൂട്ടോ, അങ്ങനെല്ലാം പറയുന്നത്. അല്ലേ, വാഴക്കൂമ്പിന്റെ സ്മെല്ലല്ലേ ഇത്? എനിക്ക് എന്റെ മൂക്കിലായിരുന്നു ഇവര് പറയുന്നതിനെക്കാട്ടി വിശ്വാസം. ഇതിനോട്ട് പറ്റിപ്പോയതാ. ഇത് മണത്തൊന്നും മനസ്സിലാവും. മണത്ത ഒരു സാധനം മനസ്സിലാവില്ല. ജസ്റ്റ് ആ തൊട്ടാ ഓക്കെ, ടച്ചില് മനസ്സിലാവും. അല്ലേ, വാഴക്കൂമ്പിന്റെ സ്മെല്ലില്ലേ? അങ്ങനത്തെ ഒരു മണമുള്ളത് ഈ ഭാഗം. ഇതെങ്ങനെ തിന്നാ ജി? ഞാൻ തുറന്നിട്ട് അങ്ങനെ തുറക്കാൻ ഞാൻ ഇങ്ങനെ നോക്കി, അപ്പൊ ഇതിന്റെ ഈ സാധനം കിട്ടി. അതുകൊണ്ട് ഞാൻ പറിച്ച് കീറി കൊണ്ടെടുത്തു. അപ്പൊ ആദ്യം ഡ്രാഗൺ ഫ്രൂട്ട് ആണ് മനസ്സിലായി. തൊട്ടപ്പോ തന്നെ ഇത് തൊട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് എഴുതി വെച്ചേ. ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് എഴുതി വെച്ചേ. ആദ്യം ഉണ്ടല്ലേ വാഴക്കൂമ്പ്. എനിക്ക് പിങ്ക് ഇഷ്ടം കഴിച്ചു, മറ്റേ വൈറ്റ് ഇഷ്ടമല്ല. വൈറ്റ് നല്ല രസം. മധുരം ഉണ്ടെങ്കിൽ മധുരം ഇല്ലാവില്ല. ഞാൻ കഴിക്കുന്ന ഇന്ന് എനിക്ക് മധുരത്തെ കിട്ടിയില്ല, അതുകൊണ്ടാണ്. 5 ഏറ്റവും ടേസ്റ്റ് ഇല്ലേ ഈ പിങ്കിനെക്കാട്ടും വൈറ്റ് ആണ് ശരിക്കും മധുരം ഉണ്ടെങ്കിൽ ടേസ്റ്റ്. അപ്പൊ ഇതുവരെ പോയിന്റ് ഒന്നുമില്ല. ഷാമിക്ക് 4 പോയിന്റ്, അഞ്ജുവിന് 2 പോയിന്റ്, 3 പോയിന്റ്. ഷാമി ഇതുവരെ എല്ലാം സ്കോർ ചെയ്താണ്. എനിക്ക് ഇതില് മാത്രം ഇതിന്റെ തളർത്തി അതോളം പറഞ്ഞിട്ട് കാര്യല്ലേ. അത് ശരിക്കും വാഴക്കൂമ്പിന് സ്മെല്ല് തന്നെയാണ്. നിങ്ങൾ വീട്ടിൽ എപ്പോഴും ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുമ്പോൾ ഒന്ന് മണത്ത് നോക്കുക. ഞാൻ പറഞ്ഞ ശരിയല്ലേ ഒന്ന് നോക്കി. അങ്ങനെ നമ്മൾ വീണ്ടും അതെ അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഈ റൗണ്ടിൽ ഇനി ആർക്കാണ് ടച്ച്, ടേസ്റ്റ്, സ്മെല്ലൊക്കെ കിട്ടുന്നത് നോക്കാം. ഇതിലെനിക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഫുൾ റൗണ്ടിൽ സ്കോർ ചെയ്ത് ഞാനായിരിക്കും വിന്നർ ആവുക. അതല്ലെങ്കിൽ ഒന്നെങ്കിൽ ചിലപ്പോ 5 ഷാമി ഡ്രോ ആവും. അല്ല, 5 വന്നു കഴിഞ്ഞാൽ ഡ്രോ ആവൂല. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ ഈ റൗണ്ടിൽ ഷാമി എന്താ പറയാ പോയിന്റ് നേടുകയാണെന്നുണ്ടെങ്കിൽ 5 റൗണ്ടിൽ 5 പോയിന്റ് ആയിട്ട് ഷാമി ആയിരിക്കും ജയിക്കാം. അതെ. ഇനി ശ്രീയും ഷാമിയാണ് പോയിന്റ് വാങ്ങുന്നെന്നുണ്ടെങ്കിൽ ഷാമിക്ക് 5 പോയിന്റ്, ശ്രീക്ക് 4 പോയിന്റ്. ഇനി ഷാമി പോയിന്റ് വാങ്ങാതെ അപ്പോഴും ഈ ജയിക്കും. ഷാമി പോയിന്റ് വാങ്ങാതെ ഞാനോ ശ്രീയോ ആണ് വാങ്ങുന്നെന്നുണ്ടെങ്കിൽ ഷാമി ശ്രീയും കൂടി ഡ്രോ ആവും. അപ്പോഴും ഞാൻ ഫ്രെയിമിലില്ല. ഞാനിപ്പോഴും 2 പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പൊ ആരെങ്കിലും ഒരാൾ ജയിക്കും, അല്ലെ 2 ആളും കൂടി ഡ്രോ. അതാണ് സംഭവിക്കുക. മനസ്സിലായി. അപ്പൊ ലോട്ടിടാ. എനിക്ക് ടേസ്റ്റ് എന്തായാലും വേണ്ട. ടേസ്റ്റ് ചെയ്താലേ മനസ്സിലാവൂ. സ്കോർ ചെയ്യാൻ ടേസ്റ്റ് വേണം. നല്ല വീട് സാധനം ആണെങ്കിലോ സ്മെല്ല്. ഓക്കെ, അപ്പൊ എനിക്ക് സ്മെല്ല് ചെയ്ത് മതിയായി. ഈ എനിക്ക് മാർക്കറ്റ് തോന്നുന്നില്ല. എനിക്ക് ടേസ്റ്റ് ആണ്. ഞാൻ ബ്രെയിൻ യൂസ് ചെയ്യാം എപ്പോഴെങ്കിലൊക്കെ ഇല്ലേ. എടുക്കട്ടെ. എടുത്തോ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ വീട്ടിൽ ടച്ച് ചെയ്യാൻ പോവാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിന്നെ തട്ടുന്നതല്ലോ. ഇതിലെവിടെ സാധനം മണക്കാൻ ഇതിലുണ്ടോ? ആകെ ഒരു സാധനം കൊണ്ടുവച്ചുള്ളൂ. ഇവിടെയുള്ളതെന്ന് തോന്നുന്നു, ഉരുണ്ടിട്ട്. മൂക്കൊന്ന് തട്ടി. സംഭവം എന്താന്ന് എനിക്ക് മനസ്സിലായി, എന്നിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ അതിന്റെ പേര് അതിന്റെയാണോ എനിക്കറിയില്ല. എന്തോ ഒരു വൃത്തിട്ട മണോ, കടുക് അരച്ച മണോ.
അയ്യോ ശ്ശേ. ശ്രീക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല. ഇത് സംഭവിക്കുക സാധനം എന്താ? എന്റെ നാക്കും തുമ്പത്തുണ്ടോ പേര്? പേരിട്ടില്ലല്ലേ? ഇല്ല. അതിന്റെ പ്രശ്നം. ഇതിനൊരു കടുക് അരച്ച മണം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ ഇതെന്തോ ഒരു കുഞ്ഞിത്ര പോകുന്ന സാധനാന്നാ ഓ തോന്നുന്നു. അതിനോട് സാദൃശ്യമുള്ള വേറൊന്നിന്റെ പേരാണ് എന്റെ തലയിൽ വരുന്നത്. ആ പേര് പോലെ തന്നെ, അതിന്റെ പേര് പോലെ തന്നെ വേറൊരു പേര് അല്ലേ? ഓക്കെ പോയോ എന്താ പറയണം? Guys, എനിക്ക് എന്റെ പേര് ഇതാണെന്ന് തോന്നുന്നത്. ഞാൻ എന്താന്ന് വേണമെങ്കിൽ കണ്ണു തുറക്കുന്നതിന് മുന്നേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം സാധനം എന്താന്ന്. ചല്ലു പോയി അത് അത് പോയത് അടുത്ത ആള്. ഓക്കെ. വലിയ മണമൊന്നും ഉണ്ടാവില്ല, അതാണ് സാധനവും. എനിക്ക് തോന്നി ഇതാണ് അതിന്റെ പേര്. ഞാൻ എന്തായാലും അത് എഴുതി വെക്കുന്നുണ്ട്. ഇത് മണത്താലും തൊട്ടാലും എനിക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ മൂക്കോണ്ടൊക്കെ ഒന്ന് തട്ടി, പക്ഷെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. എനിക്ക് അറിയില്ല ഇതെന്താ സാധനം. എഴുതണം, എന്താണെന്ന് തോന്നുന്നത് എഴുതണം. എന്താന്ന് തോന്നണ്ടേ? എനിക്കൊന്നും തോന്നില്ല. എന്നാ ഒന്നും തോന്നില്ല. ആ ഞാൻ എഴുതി. ഞാൻ എഴുതി. ഒരു മിനിറ്റ്, എനിക്ക് ഒരു 2 സെക്കൻഡ് സമയം തരണം. തരാം. എനിക്കറിയില്ല guys. ട്രൈ ചെയ്യും. ഈ സ്മെല്ലൊന്നും കിട്ടിയിട്ട് ഒന്നും തോന്നില്ല. ഇല്ല. അപ്പൊ കിട്ടിയതോ? ആ കിറ്റ്. ക്ലൂ വേണോ? ക്ലൂ. ആ ക്ലൂതാ. ഇത് 5 ചെറുതാണ്. ചെറുതായിട്ട് ഉരുണ്ട ഒരു സാധനം. കളറ് വന്നാൻ പറ്റും. ഞാന് പച്ച കളർ അല്ലേ? ആ ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച 2 സാധനം അത് തന്നെയാണ്. അത് പോട്ടെ. ഇതേപോലത്തെ തന്നെ ഇതേ സൈസിലുള്ള വേറൊരു സാധനം കൂടി ഉണ്ട്. പക്ഷെ അതിന്റെ ടേസ്റ്റ് ഇതല്ല. പച്ച കളറോ? നല്ല ക്ലൂ അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവേത് അതൊന്ന് പറ. ഇനി ക്ലൂ തരാൻ പറ്റൂല. ഫ്രൂട്ട് ആണോ വെജിറ്റബിൾ ആണോ? അത് പറയാൻ പറ്റൂല. എനിക്ക് കടുക് അരച്ച മണാ തോന്നുന്നു. ഓക്കെ സമയം കഴിഞ്ഞു. ഓക്കേ ഗയ്സ്, അപ്പൊ ഞാൻ തുറന്നു നോക്കാം. 3, 2, 1 ഗോ. കോവക്ക. കോവക്ക. ആ ഞാനും കോവയ്ക്കാന്ന് എഴുതി. ഓയ്. Oh my God. ഞാൻ അങ്ങനെ എഴുതി വെച്ചാ ഞാൻ എന്താ ഉദ്ദേശം, എനിക്ക് ഫസ്റ്റ് ഇതിങ്ങനെ ഉരുണ്ട കളിക്കുന്നുണ്ട്. കയ്യിലെടുത്ത സമയത്ത് ഞാൻ ഫസ്റ്റ് കഴിച്ച ഇരുമ്പിപ്പുളിയാണെന്ന്. പിന്നെ ടേസ്റ്റ് ചെയ്തപ്പോ പുളിയില്ലാത്ത ഇരുമ്പിപ്പുളി. ഞാൻ പറയുന്നത് കുക്കുമ്പറാണ്. കുക്കുമ്പർ അതെ. ആ ഒരു ഇതാ പറഞ്ഞത്. അയ്യോ ശ്യാമിക്ക് പോയിന്റ്. അത് പറഞ്ഞില്ലേ? ശ്യാമിക്ക് 5 റൗണ്ടിൽ 5 പോയിന്റ് നേടി ശ്യാമി ജയിച്ചു. അതെ, അത് touch ചെയ്തിട്ട്. ഫുള്ള് ടച്ച് ഒന്നല്ല, ടേസ്റ്റ് ചെയ്തിട്ട്. ആ ഒറ്റ ടേസ്റ്റ് ചെയ്തു. ബാക്കി ടച്ച് ചെയ്തിട്ട് സ്മെല് ചെയ്തിട്ടില്ലേ? സ്മെല്ലില്ല, ഓൺലി ടച്ച്. സ്മെല് ഇല്ല, കിട്ടിയില്ലല്ലേ? ടേസ്റ്റ് നോക്കിയിട്ട്. കഴിവുള്ളവൾ തന്നെ. പക്ഷെ സാരല്ല കൈ സഞ്ജയ്ക്ക് ഇത്തവണ എന്തോന്ന് പറ്റിപ്പോയി. അവളെ മൂക്ക് ഓൾറെഡി അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്, വേറൊന്നുമല്ല. മൂക്കാ വിഷയം. Guys, ഇത് ഉപ്പേരി വെക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഉപ്പേരി വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ പച്ചക്ക് ഇഷ്ടമായില്ല. കറിയിലിടും, ഉപ്പേരി വെക്കുക, സാധനം നല്ലതാണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ കഴിക്കൂലല്ലോ. അപ്പൊ ഈ ചാലഞ്ചില് ഷാമി ജയിച്ചിരിക്കുന്നതായി നമ്മൾ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.